കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഇനി വാപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഞാൻ വാപ്പായെ വിളിച്ചത്, കാരണം വാപ്പ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്ന ടൈമാണ് വീട്ടിൽ. അപ്പം വാപ്പായെ വിളിച്ചപ്പോൾ വാപ്പ ഉണ്ട് കഴിഞ്ഞിട്ട് ഓൾറെഡി പിന്നെ വാപ്പ ഓട്ടോ ഓടുന്ന ഒരു സ്റ്റാൻഡുണ്ട് പുതിയകാവെന്നാണ്. അപ്പോൾ വാപ്പ അവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വാപ്പ ഓട്ടോ പോകുന്ന വഴിക്ക് എനിക്ക് വാപ്പായെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ എന്തിനാ കാണാൻ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വാപ്പ പിന്നെ രാവിലെ വാപ്പായ്ക്ക് ഒന്ന് കൊണ്ട് തന്നിട്ട് പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ വിളിച്ചപ്പോൾ വാപ്പാണെങ്കിലും പള്ളിയിലോട്ട് പോകാൻ പോയാണ്. അങ്ങനെ തിരിച്ചു വന്നിട്ട് കാര്യം ഞാൻ വിളിച്ചൊരു തിരിച്ച് വാപ്പാക്ക് ഭയങ്കര ടെൻഷനാണ്. വാപ്പ വണ്ടിയുടെ താക്കോൽ എവിടെയോ കൊണ്ട് കളഞ്ഞു. അങ്ങനെ വാപ്പയുടെ കയ്യിൽ വണ്ടിയുടെ താക്കോലും ഇല്ല. അങ്ങനെ അതിനെക്കുറിച്ച് വാപ്പ പറയും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ആങ്ങളെ ബാക്കിൽ കൂടെ വരുന്നെങ്കിൽ കണ്ടത്. കെട്ടിയെടുത്ത് വെച്ചിട്ട് പോയപ്പോ ഞാനാരും നിങ്ങളെന്തേലും വെച്ചിട്ട് പോയാന്ന്. എന്നിട്ട് നിങ്ങളാരും ഒന്നും വായിച്ചാലും പറഞ്ഞില്ല, അമ്മായി പറഞ്ഞില്ല, ബാക്കി പറഞ്ഞ ആർക്കറിയില്ല. അപ്പൊ മേടിച്ചാ വാപ്പ ആകപ്പാട് ഉരുകി പോയത്. നിങ്ങളെല്ലാവരും ആലോചിച്ചാൽ അപ്പൊ ഞാൻ വീട്ടിൽ പോട്ടെ, അടുത്ത് ഉമ്മായിക്കോ. ഓക്കെ, ഞങ്ങളങ്ങനെ വാപ്പാക്ക് സർപ്രൈസ് കൊടുത്ത് ഇനി അടുത്ത വീട്ടിലോട്ട് പോവാട്ടെ. ഇനി ഉമ്മാക്കൂടെ സർപ്രൈസ് കൊടുക്കണം. അത് കഴിഞ്ഞ് ഫാത്തിമ ഉണ്ട്. അങ്ങനെ കുറെ ജോലികളുണ്ടല്ലേ ഹർഷ? നമുക്ക് ഉമ്മായ പോയി ഞെട്ടിക്കാവേ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങളാണ് വരുന്ന വഴി വീടെത്താറായപ്പോൾ ഉമ്മയെ ഫോൺ വിളിച്ചപ്പം അബ്ദുള്ളയെ ഞാൻ വീട്ടിലാക്കിയിട്ടായിരുന്നല്ലോ പോയത്. അപ്പോൾ അബ്ദുള്ളയ്ക്ക് നല്ല ഉറക്കം വരുന്നു. അബ്ദുള്ളയെ ഉറക്കുവാണെന്ന് പറഞ്ഞു. ഉമ്മ കട്ടിൽ കിടക്കുവാണെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഉമ്മ സിറ്റ് ഔട്ടിലുണ്ടോ അതോ പാല് മേടിക്കാൻ പോയോ എന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാനാണെങ്കിലും പതുക്കെ ഗേറ്റ് തുറന്നു. ഗേറ്റിനാണെങ്കിൽ ഭയങ്കര സൗണ്ട് കേട്ടോ. അങ്ങനെ പതുക്കെ തുറന്ന് ഇവനെയാണ് എൻ്റെ റൂമിൻ്റെ ആ ഒരു ജനലിൻ്റെ ബാക്ക് സൈഡിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ റൂമിൻ്റെ റൂം ഡോറ് തുറന്ന് ഞാൻ ഉമ്മയെ വിളിക്കാൻ പോകട്ടോ. ഉമ്മ അറിഞ്ഞ് ഞാൻ പുറത്തോട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞു ഉമ്മ ഒരാൾ ഉമ്മയെ കാണാൻ വന്നിരിക്കുന്നത്. അന്ന് ആദർശാൻ്റെ കല്യാണത്തിന് കണ്ട ഒരു ലേഡിയാണ് ഉമ്മയെ എന്തോ പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് വന്നയാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മ വെച്ചിതെന്താ എന്നെ വിളിക്കുന്നത്? ഞാൻ കൊച്ചിനെ ഉറക്കുവാൻ ഞാൻ പറഞ്ഞു സാറില്ലെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടൊന്നും എടുത്തെന്ന് അറിയാം. കൊച്ചിനെ ഞാൻ പോയി എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഉമ്മ പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അബ്ദുള്ള എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേനും ഉമ്മ എന്നിട്ട് എൻ്റെ പിന്നാലെ വന്നു. ഇത് ആരാ എന്നെ കാണാൻ വന്നേന്ന് വെച്ചോട്ടോ. അപ്പോൾ ബാക്കിയുള്ള രംഗങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്നതിൽ നല്ലത് നിങ്ങൾ ആ ഒരു എക്സ്പ്രഷൻ നേരിട്ട് കാണുന്നതല്ലേ. അപ്പോൾ കണ്ടോളൂ.
ഉമ്മ ചെത്തി ഉമ്മ അമ്മമ്മ സ്ലീപ്പിക്കാതോ അങ്ങനെ തന്നെ ആദർശയുടെ ലഗേജൊക്കെ നമ്മൾ റൂമിൽ വെച്ചിട്ട് ഇനി ഫാത്തിമയുടെ വീട്ടിലേക്ക് പോവാ കേട്ടോ. അങ്ങനെ ഞങ്ങള് ഫാത്തിമയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഉമ്മ മേടിച്ചാ മോ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത ആളെ ഫാത്തിമ ഞെട്ടിക്കാൻ വേണ്ടി പോവാണ്. അബ്ദുള്ള എല്ലാം ഞെട്ടി തരിച്ചിരിക്കണം കേട്ടോ മാമായെ കണ്ടിട്ട്. ഇല്ലയാ അബ്ദുള്ള ഹാപ്പിയാണോ മാമായെ കണ്ട്? കല്യാണത്തിനുണ്ടോ ആര്? നമുക്ക് ഫാത്തിമയും കൂടെ ഞെട്ടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫാത്തിമയുടെ വീട്ടിലോട്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട് ഫാത്തിമ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അവിടെയാണെങ്കിൽ പോകുന്ന വഴിക്ക് 2 റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ട്രെയിൻ വരുന്നത് അബ്ദുള്ള ഭയങ്കര ഹാപ്പിയാണ്. ട്രെയിന് പോകണം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഫാത്തിമയുടെ വീടെത്താറായി. ഫാത്തിമയോട് പറഞ്ഞ കള്ളം എന്താണെന്നറിയാമോ? ഞാൻ പിന്നെ നെയ്ഹാക്കൊരു സാധനം വാങ്ങിയായിരുന്നു. അയ്യോ വണ്ടിയിൽ മറന്നു വെച്ചു, പിന്നെ അതൊന്ന് എൻ്റെ കൂടെ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചിട്ടു. അങ്ങനെ ഞാൻ അങ്ങനെ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. ചെന്നപാടെ വിളിച്ചില്ല, ചെന്നപാടെ നെയ്ഹായെ കുറച്ച് കളിപ്പിച്ചിട്ട് പിന്നാണ് വിളിച്ചത്, ഡൗട്ട് അടിക്കാതിരിക്കാൻ. അങ്ങനെ വിളിച്ച് വണ്ടി കുറച്ച് വീടിൻ്റെ കുറച്ച് ദൂരമായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് പോവാണ് ബാക്കിയിലോട്ട്. അങ്ങനെ ഷെഫി നെയ്ഹയെ കളിപ്പിക്കും കേട്ടോ. നെയ്ഹയ്ക്ക് പകൽ ഫുൾ ഉറക്കമുണ്ട്. കുറേ പേര് ചോദിച്ചു ഇതാണോ ഫാത്തിമയുടെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫാത്തിമയുടെ ഹസ്ബൻഡ്, എൻ്റെ ഒരേ ഒരാങ്ങളെ, എന്നെക്കാളും 3 വയസ്സേ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. താങ്ക് യു.